ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് പൂരി കിഴങ്ങറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ തൊലി കളഞ്ഞ ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ അരിയാണ് ഗൈസ്. അപ്പോൾ അരിഞ്ഞ് കഴിഞ്ഞ് പിന്നെ നമ്മൾ സ്റ്റൗ ഓണാക്കി കുക്കറും വെച്ച് അതുകൊണ്ട് അതിനകത്തോട്ട് ഈ അരിഞ്ഞ സാധനമെല്ലാം ഇട്ട് ഉപ്പും വെള്ളം ഒഴിച്ച് അങ്ങ് വേവിക്കുകയാണ് ഗൈസ്. അപ്പോൾ എനിക്ക് ക്യാരറ്റ് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ അതിനകത്തോട്ട് ഇടുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഗോതമ്പ് പൊടി ഉപ്പും എണ്ണ ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് വെള്ളം ഒഴിച്ച് മാവ് മാതിരി ആക്കിയിട്ട് അതിനകത്തോട്ട് എണ്ണയിട്ട് തടവുക ഗൈസ്. എന്നിട്ട് പാമ്പിൻ്റെ ഷേപ്പ് ആക്കുക. എന്നിട്ട് അതിനകത്ത് ഓരോ ഉരുള എടുത്തിട്ട് ഇതുപോലെ ഒരുമാതിരി വട്ടം മാതിരി ആക്കുക ഗൈസ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അതിനകത്തോട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്യുക. അത് കഴിഞ്ഞ് പിന്നെ സ്റ്റൗ ഓണാക്കി അതിനകത്തോട്ട് വേറെ ചട്ടി വെച്ച് അതിനകത്തോട്ട് എണ്ണ ഒഴിക്കുക ഗൈസ്. അത് കഴിഞ്ഞ് പിന്നെ കടുക് ഇട്ട് പൊട്ടിക്കുക. അത് കഴിഞ്ഞ് പിന്നെ പൊട്ടി വരുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് ഉഴുന്ന് വിടുക ഗൈസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിനകത്തോട്ട് പച്ചമുളകും കറിവേപ്പിലയും വെളുത്തുള്ളി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക ഗൈസ്. അത് കഴിഞ്ഞ് ഉള്ളി ഇട്ട് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് മിക്സ് ചെയ്യുക. വീണ്ടും ഗരം മസാല ഇട്ട് വീണ്ടും മിക്സ് ചെയ്യുക ഗൈസ്. അത് കഴിഞ്ഞ് നമ്മൾ പുഴുങ്ങി വെച്ച സാധനം എല്ലാം കൊടുത്തിട്ട് വീണ്ടും മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയിട്ട് വീണ്ടും അടച്ച് വയ്ക്കുക ഗൈസ്. അത് കഴിഞ്ഞ് പിന്നെ വേവിക്കാൻ വയ്ക്കുക. വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കറി അങ്ങ് റെഡിയാകും ഗൈസ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈ ഭൂരി പ്രസ് ചെയ്യുന്ന സാധനത്തിലോട്ട് ഈ സാധനം എടുത്ത് വെച്ച് എന്നിട്ട് അത് പ്രസ് ചെയ്തെടുക്കാം. അതുകൊണ്ട് നമ്മളെല്ലാം പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എണ്ണയിലിടുകയാണ് ഗൈസ്. അപ്പോഴത്തേക്ക് നല്ല സൂപ്പറായിട്ട് അതിങ്ങനെ മണ്ടക്കിട്ട് പൊങ്ങി വരും ഗൈസ്. എന്നിട്ട് മറിച്ചിടുക, അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കുക. അതിങ്ങനെ എടുത്ത് മാറ്റുക ഗൈസ്. അപ്പം നമ്മുടെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ.